ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പോകുന്നത് ബാംഗ്ലൂരിലെ ഇഷ ഫൗണ്ടേഷനിലേക്കാണ്. നമ്മളിവിടെ ഉള്ളത് ബാംഗ്ലൂർ തന്നെയാണ്. ഇവിടുന്ന് ഒരു ഏകദേശം 70 കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് ഇഷ ഫൗണ്ടേഷനിലേക്ക് പോകാം. ഈ ബാംഗ്ലൂരിൽ ഇഷ ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് ചിക്ബല്ലാപൂരിലാണ്. അപ്പോൾ അവിടേക്ക് നമുക്ക് എത്തണമെങ്കിൽ ബസ്സൊക്കെ കുറവാണ്. ഈ സൺഡേകളിലൊക്കെ ആയിരിക്കും കുറച്ചും കൂടി ബസ് ഉണ്ടായിരിക്കുക. സാധാ ഡേയ്സിൽ അങ്ങോട്ട് പോകണമെങ്കിൽ ഒന്നെങ്കിൽ ബൈക്ക്, കാറ് ഇതിലൊക്കെ പോയായിരിക്കും നല്ലത്. ഞങ്ങളിപ്പോൾ ഇറങ്ങിയത് ഒരു 2:30 ആകുമ്പോഴാണ് ഇവിടുന്ന് ഇറങ്ങിയത്. ഇതാ ഈ കാണുന്നതാണ് കബൺ പാർക്ക്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ചിന്നസ്വാമി സ്റ്റേഡിയം ഉള്ളത്. നമ്മുടെ ക്രിക്കറ്റ് കളിയും IPL ഒക്കെ നടക്കുന്ന സ്റ്റേഡിയമാണത്. ഇപ്പോൾ ഏകദേശം ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഈ കാണുന്ന ബിൽഡിങ്ങാണ് നമ്മുടെ പ്രസ്റ്റീജിൻ്റെ ഓഫീസ്. നമുക്ക് നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഇവിടെ ഇഷ ഫൗണ്ടേഷനിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ അവിടുന്ന് ബസ്സിൽ വന്നിട്ട് ഇവിടെ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡ് ഉണ്ട്, അവിടെ വന്നിട്ട് ഇറങ്ങാം. എന്നിട്ട് അവിടുന്ന് മജസ്റ്റിക്കിലേക്ക് ബസ് കയറാം. എന്നിട്ട് മജസ്റ്റിക്കിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ചിക്ബല്ലാപൂരിലേക്ക് ബസ് ഉണ്ടായിരിക്കും. അവിടെ എത്തിയിട്ട് അവിടുന്ന് ഓട്ടോയിലേക്ക് പോവാം, ഇഷ ഫൗണ്ടേഷനിലേക്ക് ഓട്ടോയിൽ പോവാം. ഇനി അതല്ലെങ്കിൽ നമ്മൾ കെങ്കേരി ഇറങ്ങാം. അതായത് നാട്ടിൽ നിന്ന് ബസ് കയറിയിട്ട് നമ്മൾ കെങ്കേരി, ഇവിടെ ബാംഗ്ലൂർ വന്ന് കെങ്കേരി ഇറങ്ങിയിട്ട് അവിടുന്ന് കെങ്കേരിയിൽ നിന്ന് യലഹങ്ക ടൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ടൗൺ ഉണ്ട്, അവിടെ പോയി ഇറങ്ങുക. എന്നിട്ട് അവിടുന്ന് ചിക്ബല്ലാപൂരിലേക്ക് ബസ്സുണ്ട്, അത് പോവാം. എന്നിട്ട് അവിടുന്ന് ഓട്ടോയിലേക്ക് ഇഷ ഫൗണ്ടേഷനിലേക്ക് പോവാം. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരുന്നതൊക്കെ ഗോൾഫിൻ്റെ ഗ്രൗണ്ടാണ്. സ്റ്റിക്ക് കൊണ്ട് ഒരു ബോൾ തട്ടിയിട്ട് ഒരു ഹോളിലേക്ക് ഇടുന്നതില്ലേ, ആ ഒരു ഗെയിം, അതിൻ്റെ ഗ്രൗണ്ടായിരുന്നു ഈ കാണുന്നതൊക്കെ. ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് പോകുന്ന റോഡ് എത്തിയിട്ടോ. നമ്മൾ നന്ദി ഹിൽസിലേക്ക് പോകുന്ന ആ ഒരു റൂട്ട് തന്നെയാണിത്. നന്ദി ഹിൽസൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരൊക്കെ വിട്ടു. ഇപ്പോൾ ഒരു ഗ്രാമപ്രദേശമാണ്. ഈ പോകുന്ന വഴിയിൽ ഒരുപാട് മുന്തിരിത്തോട്ടങ്ങളും പിന്നെ ഫ്ലവർ ഗാർഡനും ചെണ്ടുമല്ലി, റോസ്, അങ്ങനെ പല ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഇറങ്ങി ഷൂട്ട് ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ തന്നെ 5:30 ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് സൺലൈറ്റ് പോകുമ്പോഴേക്കും അവിടെ എത്തണം, എന്നാലേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അവിടുത്തെ ലൈറ്റ് ഷോ തുടങ്ങണമെങ്കിൽ ഒരു 7:30 ഒക്കെ ആവും, 7:00 ഒക്കെ ആവും. അപ്പോൾ ഇതാ നമ്മൾ ഇഷ ഫൗണ്ടേഷനിലേക്ക് എത്തി. അതാ കാണുന്നതാണ് ഇഷ ഫൗണ്ടേഷൻ. ഇപ്പോൾ റോഡൊക്കെ നല്ല റോഡ് തന്നെയാണ്. എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ എത്തുമ്പോൾ 6 ആയിട്ടുണ്ട്, എന്നാലും ലൈറ്റൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അവിടെ പോകുന്ന വഴിയിൽ കുറേ കച്ചവടക്കാരും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ എത്തി. ആദ്യം ബൈക്കും കാറൊക്കെ പാർക്ക് ചെയ്യുന്ന പാർക്കിങ്ങിലേക്ക് പോകണം. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ ഉള്ളിലേക്ക് കയറാം.
ഒരു 7 ആവാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇരിക്കുകയാണ് ലൈറ്റിംഗ് കാണാൻ വേണ്ടിയിട്ട്. നേരത്തെ നമ്മൾ വന്നതിനേക്കാൾ ഒരുപാട് ആൾക്കാരിപ്പോൾ കൂടിയിട്ടുണ്ട്. ഇവിടെ സൺഡേ ആയതുകൊണ്ട് ഒരുപാട് ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.